Hi future doctors, welcome back to Xylem Learning. അപ്പോൾ ഇപ്പം നമ്മൾ നോക്കാൻ പോകുന്നത് സെൽ സൈക്കിൾ ആൻഡ് സെൽ ഡിവിഷൻ ചാപ്റ്റർ ആണ്. നമ്മുടെ സെൽ ബയോളജിയിലെ വളരെ ഇമ്പോർട്ടൻസ് ഉള്ള ചെറിയ ചാപ്റ്റർ ആണ്, പക്ഷെ ഒരുപാട് ക്വസ്റ്റ്യൻസ് വരുന്ന ചാപ്റ്റർ ആണ്. സോ സെൽ സൈക്കിൾ ആൻഡ് സെൽ ഡിവിഷന്റെ ഔട്ട്ലൈൻ ഇങ്ങനെയാണ്. നമ്മൾ എന്താണ് സെൽ സൈക്കിൾ എന്ന് പഠിക്കുന്നു, എന്തുകൊണ്ടാണ് സെല്ല് ഡിവൈഡ് ചെയ്യുന്നുള്ളത് പഠിക്കുന്നു. ആൻഡ് ദെൻ വി ലുക്ക് അറ്റ് ദ ഇന്റർഫേസ്, ദെൻ മൈറ്റോസിസ്, സ്റ്റേജസ് ഓഫ് മൈറ്റോസിസ്, ദെൻ മിയോസിസ് ആൻഡ് സിഗ്നിഫിക്കൻസ് ഓഫ് മൈറ്റോസിസ് ആൻഡ് മിയോസിസ്. അങ്ങനെയാണ് നമ്മുടെ ചാപ്റ്ററിന്റെ ഒരു ഫ്ലോ പോകുന്നത്. അപ്പോൾ ഫസ്റ്റ് തന്നെ നമ്മൾ പഠിക്കുന്നത് വാട്ട് ഇസ് സെൽ സൈക്കിൾ. സെൽ സൈക്കിൾ ഈസ് ദാറ്റ് ലൈഫ് സൈക്കിൾ ഓഫ് ദ സെൽ അല്ലെ. അതായത് ഒരു സെല്ല് അതിന്റെ ഗ്രോത്ത് ഫുള്ള് കംപ്ലീറ്റ് ചെയ്ത് അടുത്ത ഡിവിഷൻ ഫേസിലേക്ക് കയറി ഡിവൈഡ് ചെയ്ത് രണ്ട് ഡോട്ടർ സെൽസ് ആയി മാറുന്ന ആ കംപ്ലീറ്റ് പ്രോസസ്സിനെയാണ് സെൽ സൈക്കിൾ എന്ന് പറയുന്നത്. ഓരോ ഓർഗാനിസത്തിലും സെൽ സൈക്കിളിന്റെ ഡ്യൂറേഷൻ ഓരോ രീതിയിലാണ്. അപ്പം ഇപ്പൊ ഒരു ഹ്യൂമൻ സെൽ ആണെങ്കിൽ അത് അതിന്റെ എൻറ്റയർ സൈക്കിൾ ഫിനിഷ് ചെയ്യാൻ 24 hours എടുക്കും. ഒരു ഈസ്റ്റ് സെൽ ആണെങ്കിൽ 90 minutes അത് ഫിനിഷ് ചെയ്യും. അതായത് ഒരു സെല്ല് ഫോം ചെയ്ത് വളർന്ന് അതിന്റെ വളർച്ച കംപ്ലീറ്റ് ചെയ്ത് അത് ഡിവൈഡ് ചെയ്ത് അതിന്റെ ന്യൂക്ലിയസും സൈറ്റോപ്ലാസും ഡിവൈഡ് ചെയ്ത് രണ്ട് ഡോട്ടർ സെൽസ് ആയി മാറാൻ എടുക്കുന്ന ടൈമാണിത്. അപ്പൊ ഇത് ക്വസ്റ്റ്യൻ വരുന്നതാണ്. അപ്പൊ നമ്മൾ നോക്കുമ്പോൾ സെൽ സൈക്കിളിനെ നമ്മൾ രണ്ടായിട്ടാണ് തിരിക്കുക. അതായത് സെൽ ഗ്രോത്ത് ഫേസും സെൽ ഡിവിഷൻ ഫേസും. സെൽ ഗ്രോത്ത് ഫേസ് എന്ന് പറയുന്നതാണ് ഇന്റർഫേസ്. ഇന്റർഫേസ് ആണ് ഇതിൽ ലോങ്കസ്റ്റ് ഫേസ് എന്ന് പറയുന്നത്. അതായത് 95% ഓഫ് ദ ടൈം സെൽ ഇരിക്കുന്നത് അതിന്റെ ഗ്രോത്ത് ഫേസിലാണ്, അപ്പം ഇന്റർഫേസിലാണ്. പിന്നെ എം ഫേസ് അല്ലെങ്കിൽ അതിന്റെ ഡിവിഷൻ ഫേസ് എന്ന് പറയുന്നത് ഷോർട്ടർ ഫേസ് ആണ്. കുറച്ച് ടൈമേ അത് ഒരു 1 hour ഒക്കെ അത് ഡിവിഷൻ പെട്ടെന്ന് കഴിയും. ഡിവിഷൻ ഫേസിൽ കുറച്ച് ടൈമേ ഉണ്ടാവുള്ളൂ. അപ്പൊ ഇന്റർഫേസിനെ നമ്മൾ മൂന്നായിട്ടാണ് തിരിക്കുന്നത്, G1, S ആൻഡ് G2. G1 ഫേസ് എന്ന് പറയുന്നത് ഗ്യാപ്പ് 1 ഫേസ്, S ഫേസ് ഇസ് ദ സിന്തസിസ് ഫേസ് ആൻഡ് G2 എന്ന് പറയുന്നത് ഗ്യാപ്പ് 2 ഫേസ് ആണ്. അപ്പം G1 ഫേസിന്റെ പ്രത്യേകത എന്താണ്? അതിനെ നമ്മൾ പോസ്റ്റ് മൈറ്റോട്ടിക് ഫേസ് എന്ന് പറയും, പ്രീ സിന്തസിസ് ഫേസ് എന്നും പറയും. കാരണം മൈറ്റോസിസ് കഴിഞ്ഞ് ഡിവിഷൻ കഴിഞ്ഞ് ഒരു സെല്ല് നേരെ വരുന്നത് ഈ ഫേസിലേക്കാണ് അല്ലെ, ഗ്യാപ്പ് 1 ഫേസിലേക്കാണ്. ഇവിടെ സെല്ല് മെറ്റബോളിക്കലി ആക്റ്റീവ് ആണ്, സെൽ ഓർഗനൽസ് ഒക്കെ വളരും, സെല്ല് നന്നായിട്ട് വളരും, സൈറ്റോപ്ലാസ്മിക് ഗ്രോത്ത് നടക്കുന്ന ഒരു ഫേസ് ആണിത്. ഇനിയുള്ളതാണ് സിന്തസിസ് ഫേസ്. എസ് ഫേസ് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഫേസ് ആണ്. സെല്ലിന്റെ ഗ്രോത്തിൽ DNA റെപ്ലിക്കേഷൻ നടക്കുന്നത്, അതായത് DNA ഡബിൾ ആകുന്നത് ഈ ഒരു ഫേസിലാണ്. അപ്പൊ G1ലേക്ക് കയറി വരുന്ന ഡിവൈഡ് ചെയ്ത് വരുന്ന ഒരു സെല്ലിന്റെ DNA കണ്ടിട്ട് 2C ആണെങ്കിൽ ഇവിടെ അത് ഡബിൾ ആവും. കണ്ടോ, ഇവിടെ ഇത് ഒരു സിംഗിൾ ക്രൊമാറ്റിഡ്. ഇവിടെ ഇപ്പം ഇന്റർഫേസിൽ നമുക്ക് ക്രൊമാറ്റിഡ്സുമായിട്ടൊന്നും കാണാനൊന്നും പറ്റില്ല. ഇന്റർഫേസിൽ സെല്ലിന്റെ ന്യൂക്ലിയസിൽ ജനറ്റിക് മെറ്റീരിയൽ ഇരിക്കുന്ന ക്രൊമാറ്റിൻ മെറ്റീരിയൽ ആയിട്ടാണ്, ത്രെഡ് ലൈക്ക് ക്രൊമാറ്റിൻ ആയിട്ടാണ് ഇരിക്കുന്നത്. പക്ഷെ നമ്മളിവിടെ ഇങ്ങനെ അസ്യൂം ചെയ്യാണ്, അതായത് ക്രൊമാറ്റിഡ് ആണെങ്കിൽ ഇവിടെയുള്ള DNA കണ്ടന്റ് എന്ന് പറയുന്നത് 2C ആയിരിക്കും അല്ലെ, 2C ആയിരിക്കും. പക്ഷെ ഇവിടെ നോക്കിക്കേ, ഇവിടെ എത്തുമ്പോൾ അതിന്റെ ഓരോ കോപ്പിയും കൂടി ഉണ്ടായി, അതായത് റെപ്ലിക്കേറ്റ് ചെയ്തു. അപ്പം ഇവിടെയുള്ള ഓരോ ക്രൊമാറ്റിഡും അതിന്റെ ഓരോ കോപ്പി, ഓരോ DNA അതിന്റെ ഓരോ കോപ്പിയും കൂടി ഉണ്ടാക്കി. അപ്പൊ അതെന്തായി മാറി? 4C ആയി മാറി. എന്നിട്ട് അത് നേരെ G2ലേക്ക് കയറി, G2ൽ അത് 4C ആയിട്ട് തന്നെ മെയിൻറ്റെയിൻ ചെയ്തു. പക്ഷെ പ്ലോയിഡി എന്ന് പറഞ്ഞാൽ ഒരു സെല്ലിലുള്ള നമ്പർ ഓഫ് സെറ്റ്സ് ഓഫ് ക്രോമസോം ആണ്. അതിവിടെ മാറുന്നില്ല. ഇവിടെ ഹാപ്ലോയിഡ് നമ്പർ ആണെങ്കിൽ ഇവിടെയും ഹാപ്ലോയിഡ് നമ്പർ ആണ്. എന്തുകൊണ്ടാണ്? ഇത് ഇങ്ങനെ നിന്നാലും ഒരു സിംഗിൾ ക്രോമസോം ആണ്, ഇങ്ങനെ നിന്നാലും ഇതിനെ നമ്മളൊരു സിംഗിൾ ക്രോമസോം ആണ്, ബട്ട് വിത്ത് 2 ക്രോമാറ്റിഡ്സ് ആയിട്ടാണ് കരുതുന്നത്. അതായത് ഇവിടെ ഇത് സിംഗിൾ ആണ്, ഇവിടെ ഇതിന്റെ ഒരു കോപ്പിയും കൂടി ഉണ്ടായിരുന്നു മാത്രം അല്ലെ. അപ്പൊ ക്രോമസോം നമ്പർ സ്റ്റിൽ റിമെയിൻസ് ദ സെയിം. അപ്പം അത് ഇവിടെ ഇങ്ങനെ മെയിൻറ്റെയിൻ ചെയ്ത് പോകും. സോ ഇന്റർഫേസിൽ ക്രോമസോം നമ്പർ പ്ലോയിഡി മാറുന്നില്ല. അപ്പൊ എസ് ഫേസിൽ നമ്മൾക്കറിയാം സിന്തസിസ് ഫേസ് ആണ്, DNA റെപ്ലിക്കേഷൻ നടക്കുന്നു, ജനറ്റിക് മെറ്റീരിയലിന്റെ സിന്തസിസ് നടക്കുന്നു. അതേപോലെ തന്നെ ന്യൂക്ലിയസിൽ ഹിസ്റ്റോൺ പ്രോട്ടീന്റെ സിന്തസിസ് ഉണ്ട്. ഹിസ്റ്റോൺ പ്രോട്ടീൻ എന്ന് പറഞ്ഞാൽ DNA പാക്ക് ചെയ്യാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യുന്ന, നമ്മൾ ഹിസ്റ്റോൺ ഒക്ടമറിനെ കുറിച്ച് പഠിക്കുന്നുണ്ട് മോളിക്കുലാർ ബേസിസിൽ, അതിനുവേണ്ടി ഹെൽപ്പ് ചെയ്യുന്ന പ്രോട്ടീനാണ്. അപ്പൊ ഹിസ്റ്റോൺ പ്രോട്ടീൻ സിന്തസിസ് നടക്കുന്നതും ഈ ഒരു ഫേസിലാണ്. പിന്നെ ആനിമൽ സെൽസിന്റെ സൈറ്റോപ്ലാസത്തിൽ സെൻട്രിയോൾസ് ഡ്യൂപ്ലിക്കേറ്റ് ചെയ്യും. സെൻട്രിയോൾസ് നമുക്കറിയാം സെൽ ഡിവിഷനായിട്ട് അസോസിയേറ്റ് ചെയ്ത സ്ട്രക്ചർ ആണ്. അതിൽ നിന്നാണ് സെൻട്രിയോളും സെൻട്രോസോമും ഓപ്പോസിറ്റ് പോൾസിലേക്ക് പോയിട്ടാണ് നമ്മുടെ സ്പിൻഡിൽ ഫൈബർ ഫോം ചെയ്യുന്നതും പിന്നെ സെല്ലിനെ ക്രോമസോമിനെ സെപ്പറേറ്റ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്നതും. അപ്പൊ ആനിമൽ സെല്ല് സെൻട്രിയോൾ ഡ്യൂപ്ലിക്കേറ്റ് ചെയ്യുന്നതും എസ് ഫേസിലാണ്. പിന്നുള്ളതാണ് ഗ്യാപ്പ് 2 ഫേസ് അല്ലെങ്കിൽ G2 ഫേസ്. ഇതിനെ നമ്മൾ പോസ്റ്റ് സിന്തസിസ് ഫേസ് അല്ലെങ്കിൽ പ്രീ മൈറ്റോട്ടിക് ഫേസ് എന്ന് പറയും. പ്രോട്ടീൻ സിന്തസിസ് നടക്കുന്നത്, ബാക്കി എല്ലാ പ്രോട്ടീൻസും സിന്തസൈസ് ചെയ്യുന്നത് ഈ ഒരു ഫേസിലാണ്. അപ്പൊ ഇത് ക്ലിയർ അല്ലേ? അപ്പൊ നമ്മൾ ഇന്റർഫേസ് പഠിച്ചു കഴിഞ്ഞു. ഇനി നമ്മൾക്കറിയാം ചില സെൽസ് അവർക്ക് ഡിവിഷൻ ചെയ്യാൻ ഇഷ്ടമല്ല. അവര് ഗ്രോത്ത് ഒരുവിധമായി കഴിയുമ്പോൾ G1 ഫേസ് കഴിയുമ്പോൾ അവരൊരു G0 ഫേസിലേക്ക് പോകും, ഒരു ക്വിസന്റ് ഫേസ്. അതായത് ഈ സെല്ലുകൾ എന്ത് ചെയ്യും? സെല്ല് മെറ്റബോളിക്കലി ആക്റ്റീവ് ആണ്, പക്ഷേ ദേ ഡു നോട്ട് ഡിവൈഡ്. സെൽ ഇസ് മെറ്റബോളിക്കലി ആക്റ്റീവ് പക്ഷേ ഡിവൈഡ് ചെയ്യില്ല. അപ്പൊ അങ്ങനെയുള്ള സെൽസ് ആണ് നമ്മുടെ ഹാർട്ട് സെൽസും ന്യൂറോൺസും ഒക്കെ. ദേ എക്സിറ്റ് ദ സെൽ സൈക്കിൾ ആൻഡ് ദേ ഗോ ഇൻ ടു ക്വിസന്റ് ഫേസ്, ഒരു സൈലന്റ് ഫേസ് അല്ലെ. അതിനാണ് G0 ഫേസ് എന്ന് പറയുന്നത്. അപ്പൊ ഇതാണ് നമ്മുടെ ഇന്റർഫേസ്. ഇന്റർഫേസ് കഴിഞ്ഞ ഒരു സെല്ല് നേരെ പോകുന്നത് എം ഫേസിലേക്കാണ്. അതിനു മുമ്പ് നമുക്ക് ഈ കോൺസെപ്റ്റ് ഒന്നും കൂടി മനസ്സിലാക്കാം. DNA കണ്ടന്റ് മിസ് പറഞ്ഞു, ഇനീഷ്യലി 2C ആണെങ്കിൽ എസിൽ അത് 4C ആവും, G2ലും അത് 4C ആയിട്ട് മെയിൻറ്റെയിൻ ചെയ്യും. പിന്നെ എമ്മിൽ കയറുമ്പോഴാണ് അത് വീണ്ടും 2C ആയിട്ട് സ്പ്ലിറ്റ് ആവുന്നത്.
ആവുന്നത്. പക്ഷെ പ്ലോയിഡി ഇവിടെ ഡിപ്ലോയിഡ് ആണെങ്കിൽ ഇവിടെ ജസ്റ്റ് ഒരു കോപ്പി ക്രൊമാറ്റിഡിന്റെ ഒരു കോപ്പി ഉണ്ടാവുന്നതേ ഉള്ളൂ, അതായത് DNA ഒരു കോപ്പി ഉണ്ടാവുന്നതേ ഉള്ളൂ. സോ ഇറ്റ് ഇസ് സ്റ്റിൽ മെയിൻറ്റൈൻഡ് ആസ് ഡിപ്ലോയിഡ് ആൻഡ് ഡിപ്ലോയിഡ്. ഇനി അത് ഇനിയും മനസ്സിലാവാത്തവർക്കായിട്ട് മിസ് ഒന്നും കൂടി പറഞ്ഞുതരാം. ഇത് നിങ്ങളാണെന്ന് വിചാരിക്കുക. ഓക്കെ, നിങ്ങൾ ആര്യക്ക് G1 കയറിയപ്പം ഒരു കാലും ഒരു കൈയും ആണ് ഉണ്ടായിരുന്നത്. പക്ഷെ എസ്സിലെത്തിയപ്പം ആര്യക്ക് ഒരു കാലും ഒരു കൈയും കൂടെ മുളച്ചു എന്ന് വിചാരിക്കാം. പക്ഷെ ഇവിടെ യു ആർ സ്റ്റിൽ ആര്യയുടെ ഇപ്പോഴത്തെ DNA കണ്ടന്റ് 2C ആണ്, നിങ്ങളുടെ പ്ലോയിഡ് 2N ആണ്. പക്ഷെ ഇവിടെ എത്തിയപ്പോൾ ആര്യക്ക് ഒരു കാലും ഒരു കൈയും കൂടെ മുളച്ചു. സോ വെയിറ്റ് കൂടി അല്ലേ? പക്ഷെ നിങ്ങൾ ആര്യ അല്ലാണ്ടാവുന്നുണ്ടോ? ഇല്ല. അപ്പൊ ഇത് DNA കണ്ടന്റ് ഇവിടെ 4C ആയി മാറി. 2 കൈയും ഇപ്പൊ 2 കാലും ഉണ്ടല്ലോ, പക്ഷെ നിങ്ങൾ ആര്യ തന്നെയാണ്, നിങ്ങളുടെ ഐഡന്റിറ്റി മാറുന്നില്ല. ഇറ്റ് ഈസ് ജസ്റ്റ് ഇവിടെ ക്രോമസോം വിത്ത് സിംഗിൾ ക്രോമാറ്റിഡ് ആണെങ്കിൽ ഇവിടെ ക്രോമസോം വിത്ത് 2 ക്രോമാറ്റിഡ് എന്ന് വിചാരിച്ചാൽ മതി. G2 എത്തുമ്പോഴോ നമ്മുടെ ഓർഗനൽസിന് ചുറ്റും, അതായത് നമ്മുടെ കൈക്കും കാലിനും ചുറ്റും കുറച്ച് അസോസിയേറ്റീവ് സ്ട്രക്ചേഴ്സ് ഒക്കെ നമുക്ക് കിട്ടി അല്ലെ, കുറച്ച് സ്ട്രെങ്ത് കിട്ടി, കുറച്ച് മസിലൊക്കെ ബിൽഡ് ചെയ്തു എന്ന് വിചാരിക്കുക. യെസ്, അപ്പം ഇവിടെ ഇറ്റ് ഇസ് സ്റ്റിൽ 4C പ്രോട്ടീൻ സിന്തസിസ് നടന്നു, പക്ഷേ പ്ലോയിഡ് ഈസ് മെയിൻറ്റൈൻഡ് ആസ് 2N. ഐ ഹോപ്പ് ദിസ് ഇസ് ക്ലിയർ. ഇനി നമ്മൾ നേരെ പോകുന്നത് നമ്മളുടെ M ഫേസിലേക്കാണ്. M ഫേസ് എന്ന് പറയുന്നത് മൈറ്റോട്ടിക് ഫേസ് ആണ്. അതിനെ നമ്മൾ ഡിവൈഡ് ചെയ്യുന്നത് രണ്ടായിട്ടാണ്. ദാറ്റ് ഈസ് മൈറ്റോസിസ് വി ആർ ഡിവൈഡിങ് ഇൻ ടു 2 തിങ്സ്. അപ്പം M ഫേസ് നമ്മൾ നോക്കുമ്പോൾ M ഫേസിനെ വി ആർ ഡിവൈഡിങ് ഇറ്റ് ഇൻ ടു 2 things, that is karyokinesis and cytokinesis. Karyokinesis is the division of the nucleus. അതിനെ നമ്മൾ ഡിവൈഡ് ചെയ്യുന്നതാണ് പ്രോഫേസ്, മെറ്റാഫേസ്, അനാഫേസ് ആൻഡ് ടീലോഫേസ്, followed by cytokinesis. Cytokinesis is a division of the cytoplasm. അപ്പോൾ നമ്മൾ ഫസ്റ്റ് ന്യൂക്ലിയർ ഡിവിഷൻ ആണ് പഠിക്കാൻ പോകുന്നത്. അതിൽ ഫസ്റ്റ് ആണ് പ്രോഫേസ്. പ്രോഫേസിനെ നമുക്ക് പ്രോഫേസ് ആണ് ശരിക്കും മൈറ്റോസിലെ ഒരു ലോങ്സ്റ്റ് ഫേസ് നമുക്ക് പറയാം. ഏർലി പ്രോഫേസും ലേറ്റ് പ്രോഫേസും ആയിട്ട് തിരിക്കാം. ഏർലി പ്രോഫേസിൽ നമുക്കറിയാം ക്രോമസോം എന്താ പറയുക ഫോർമേഷൻ നടക്കണം, ക്രൊമാറ്റിഡ് ഫോം ചെയ്യണം. അതിന് വേണ്ടിയിട്ട് ന്യൂക്ലിയർ മെമ്പറൈൻ ഒക്കെ പതുക്കെ ഡിസപ്പിയർ ചെയ്യാൻ വേണ്ടിയിട്ട് തുടങ്ങും. ആൻഡ് കണ്ടൻസേഷൻ ഓഫ് ക്രൊമാറ്റിൻ ആണ് ഇത്. ത്രെഡ് പോലെ ഇരിക്കുന്നതാണ് ക്രൊമാറ്റിൻ പാക്ക് ആയിട്ട് ഹിസ്റ്റോൺ പ്രോട്ടീൻസിന്റെ ഹെൽപ്പോടെ പാക്ക് ആയിട്ട് ഇവരിതാ ക്രൊമാറ്റിഡ് ഫോം ചെയ്യും. അപ്പം അതേ സമയത്ത് നമ്മളുടെ സെൻട്രിയോൾസ് അല്ലേ, അത് ഓപ്പോസിറ്റ് പോൾസിലേക്ക് മൂവ് ചെയ്യാൻ വേണ്ടി തുടങ്ങും. പതുക്കെ അവരവിടെ ഓപ്പോസിറ്റ് പോൾസിലെത്തി ലേറ്റ് പ്രോഫേസ് ആകുമ്പോഴേക്കും ആസ്റ്റർ അല്ലെ സ്പിൻഡിൽ ഫൈബർ ഒക്കെ ഇങ്ങനെ എക്സ്റ്റെൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് തുടങ്ങും. ആൻഡ് അപ്പം നമുക്കറിയാം ലേറ്റ് പ്രോഫേസ് ആകുമ്പോഴേക്കും ന്യൂക്ലിയർ മെംബ്രെയിൻ, ന്യൂക്ലിയോലസ്, ഗോൾഗി അപ്പാരറ്റസ് ഇതൊക്കെ കംപ്ലീറ്റ്ലി ഡിസപ്പിയർ ചെയ്യും. കാരണം എന്താ, നമുക്ക് നെക്സ്റ്റ് പോകേണ്ടത് മെറ്റഫേസിലേക്കാണ്. സോ മെറ്റഫേസിൽ എത്തുമ്പോൾ ഇക്വറ്റോറിയൽ പ്ലേറ്റിൽ, അതായത് മെറ്റഫേസ് പ്ലേറ്റിലേക്ക് നമ്മുടെ ഈ ക്രോമസോംസ് വന്ന് അലൈൻ ചെയ്യും. അപ്പൊ ക്രോമസോമിന്റെ മോർഫോളജി പഠിക്കാൻ വേണ്ടിയിട്ട് ഏറ്റവും ഹെൽപ്ഫുൾ ആയിട്ടുള്ള സ്റ്റേജ് ആണ് മെറ്റഫേസ്. ആൻഡ് ഓൾസോ ഇവിടെ നമുക്കറിയാം മൈറ്റോട്ടിക് ക്രോമസോം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവർക്ക് ഒരു സിംഗിൾ സെൻട്രോമിയറും 2 സിസ്റ്റർ ക്രോമാറ്റിഡ്സിനെ ജോയിൻ ചെയ്യുന്നത് ആ സിംഗിൾ സെൻട്രോമിയർ ആയിരിക്കും. അവരിവിടെ ഈ മെറ്റഫേസ് പ്ലേറ്റിൽ അലൈൻ ചെയ്യും. അറ്റ് ദ സെയിം ടൈം ഓപ്പോസിറ്റ് പോൾസിൽ നിന്ന് നമ്മളുടെ എന്താണ് സ്പിൻഡിൽ ഫൈബർ ആസ്റ്റർ ഫോം ചെയ്യും. നമ്മുടെ സെൻട്രിയോളും സെൻട്രോസോമും കൂടി ആസ്റ്റർ ഫോം ചെയ്യും. ആസ്റ്റർ എന്ന് പറഞ്ഞാൽ സ്റ്റാർ ലൈക്ക് സ്ട്രക്ചർ ആണ്. അതിൽ നിന്നും സ്പിൻഡിൽ ഫൈബർ എക്സ്റ്റെൻഡ് ചെയ്ത് വരും. എന്നിട്ട് നമ്മുടെ ഓരോ ക്രോമസോമിന്റെയും ഏതർ സൈഡിൽ അല്ലെ ഇവർ ഇങ്ങനെയാണ് അറ്റാച്ച് ചെയ്യുക. അതായത് ഇതൊരു മൈറ്റോട്ടിക് ക്രോമസോം ആണെങ്കിൽ ഇത് അതിന്റെ സെൻട്രോമിയർ ആണ്. അതിന്റെ 2 സൈഡിലായിട്ട് ദേ ഫോം കൈനറ്റോകോർ പ്രോട്ടീൻ. ആ കൈനറ്റോകോർ പ്രോട്ടീനിലേക്കാണ് സ്പിൻഡിൽ ഫൈബേഴ്സ് അറ്റാച്ച് ആവുന്നത്. അങ്ങനെയാണ് ഓപ്പോസിറ്റ് സൈഡിലേക്ക് അവർക്ക് സ്പ്ലിറ്റ് ആവാൻ പറ്റുന്നത്. അപ്പം ഈ അറ്റാച്ച്മെന്റ് നടക്കുന്നതും എവിടെയാണ്, മെറ്റഫേസിലാണ്. ഓക്കെ, അതിനുശേഷം നേരെ ഇവർ പോകുന്നത്. അപ്പം നമ്മൾക്കറിയാം ഈ മൈറ്റോട്ടിക് അപ്പാരറ്റസ് എന്ന് പറയുന്നത് എന്താണ്, ഈ 2 ആസ്റ്റേഴ്സും ഓപ്പോസിറ്റ് പോൾസിലുള്ള 2 ആസ്റ്റേഴ്സും സ്പിൻഡിൽ ഫൈബറും കൂടിയുള്ള ആ ഒരു സ്ട്രക്ചറിനെയാണ് നമ്മൾ മൈറ്റോട്ടിക് അപ്പാരറ്റസ് എന്ന് പറയുന്നത്. അപ്പം മെറ്റഫേസിൽ അത് നമുക്ക് വിസിബിൾ ആയിട്ട് കാണാൻ പറ്റും. എന്നിട്ട് നമ്മൾ ആനഫേസിലേക്ക് പോകും. ആനഫേസിൽ എന്താ സംഭവിക്കുന്നത്, ഈ കൈനറ്റോകോർ പ്രോട്ടീനിൽ അറ്റാച്ച് ചെയ്തിരിക്കുന്ന സ്പിൻഡിൽ ഫൈബറിലെ അവരെ ഓപ്പോസിറ്റ് സൈഡിലേക്ക് പുൾ ചെയ്യും. സോ ദ ക്രോമസോംസ് split from the centromere and the sister chromatids they move to opposite poles. അങ്ങനെ അവർ ഓപ്പോസിറ്റ് പോൾസിലേക്ക് മൂവ് ചെയ്യുന്ന സമയത്ത് ഇങ്ങനെയാണ് പോവുക. ഫസ്റ്റ് ഉള്ളത് എന്താണ്, കൈനറ്റോകോർ, പിന്നെ അവരുടെ സെൻട്രോമിയർ ആൻഡ് അതിന്റെ താഴെയാണ് സിസ്റ്റർ ക്രോമാറ്റിഡ്സ് ഉള്ളത്. അപ്പൊ നോക്കിക്കേ, മെറ്റഫേസിൽ ഇവിടെ എത്തിയപ്പോൾ മെറ്റഫേസ് പ്ലേറ്റിൽ എത്തിയപ്പം അവരുടെ DNA കണ്ടന്റ് എന്ന് പറയുന്നത് 4C ആയിരുന്നു. ആൻഡ് പ്ലോയിഡ് 2N അതായത് ഡിപ്ലോയിഡ് ആണെന്ന് വിചാരിക്കുക. അപ്പോൾ ഇവരിവിടുന്ന് സ്പ്ലിറ്റ് ആയി അല്ലെ, സിംഗിൾ ക്രോമാറ്റിഡ് ആയിട്ട് സ്പ്ലിറ്റ് ആയി. അപ്പൊ നമുക്ക് ഇവരെ ഇനി ക്രോമസോം വിത്ത് സിംഗിൾ ക്രോമാറ്റിഡ് എന്ന് വിളിക്കാം. അപ്പോൾ ഇവരുടെ DNA കണ്ടിട്ട് 2C ആയിട്ട് സ്പ്ലിറ്റ് ആയി. 4C എന്നുള്ളത് 2C ആയിട്ട് ഡിവൈഡ് ചെയ്ത് കൊടുക്കുകയാണ്. പക്ഷേ പ്ലോയിഡി ഈസ് സ്റ്റിൽ ദ സെയിം. പിന്നെ ടീലോഫേസ് ആണ്. ടീലോഫേസിൽ എന്താണെന്ന് വെച്ചാൽ പ്രോഫേസിന്റെ ഓപ്പോസിറ്റ് ആണ് നടക്കുക. അതായത് ന്യൂക്ലിയർ മെമ്പറൈൻ റീഅപ്പിയർ ചെയ്യും, ന്യൂക്ലിയോലസ് റീഅപ്പിയർ ചെയ്യും, ഗോൾഗി ബോഡീസ്, എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലം ഇതൊക്കെ റീഫോം ചെയ്യും. അവരൊരു പുതിയ ഡോട്ടർ സെല്ലായിട്ട് മാറാൻ വേണ്ടി പോവാണ്. ആൻഡ് പിന്നെ ഫോളോഡ് ബൈ സൈറ്റോകൈനേസിസ്. സൈറ്റോകൈനേസിസിലോ 2 രീതിയിലാണ് സൈറ്റോകൈനേസിസ് നടക്കുക. അതായത് മിസ് പറഞ്ഞുതരാം. അതായത്
കൈനേസിസ് ഇസ് ഡിഫറെൻറ്റ് ഇൻ പ്ലാന്റ് സെൽ ആൻഡ് ആനിമൽ സെൽ. ആനിമൽ സെല്ലിലാണെങ്കിൽ എന്ത് മൂവ്മെൻ്റ് ആണെന്നറിയാമോ? സെൻട്രിപെറ്റൽ മൂവ്മെൻ്റ് ആണ്. സെൻട്രിപെറ്റൽ മൂവ്മെൻ്റ് ആണ്. അവരൊരു ഫ്യൂറോ ഫോം ചെയ്യും. ഉള്ളിലേക്ക് ഇങ്ങനെ വലിഞ്ഞിട്ട് ഒരു ഫ്യൂറോ ഫോമേഷൻ നടക്കും. സോ ഇറ്റ് ഈസ് ആൻ ഇൻവേർഡ് മൂവ്മെൻറ്റ്. ഇൻവേർഡ് മൂവ്മെൻറ്റ്. അങ്ങനെ അവർ രണ്ടായിട്ട് സ്പ്ലിറ്റ് ചെയ്യാണ് ചെയ്യുക. അതൊരു പ്ലാന്റ് സെല്ലാണെങ്കിലോ, പ്ലാന്റ് സെല്ലിൽ ഉള്ളത് ദർ ഈസ് എ സെൻട്രിഫ്യൂഗൽ മൂവ്മെൻറ്റ്. സെൻട്രിഫ്യൂഗൽ മൂവ്മെൻറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഔട്ട്വേർഡ് മൂവ്മെൻ്റ് ആണ്. ഒരു സെൽ പ്ലേറ്റ് ഫോം ചെയ്യും. അവരൊരു സെൽ പ്ലേറ്റ് ഫോം ചെയ്തിട്ട് ആ സെൽ പ്ലേറ്റിനെ ഓപ്പോസിറ്റ് സൈഡിലേക്ക് ഇങ്ങനെ പുഷ് ചെയ്തിട്ടാണ് ഇവർ 2 ഡോട്ടർ സെൽസ് ആയിട്ട് മാറുന്നത്. സോ ഇറ്റ് ഈസ് ആൻ ഔട്ട്വേർഡ് മൂവ്മെന്റ്. ഓക്കെ, ഇങ്ങനെ 2 രീതിയിലാണ് സൈറ്റോപ്ലാസം പ്ലാന്റ് സെല്ലും ആനിമൽ സെല്ലും സ്പ്ലിറ്റ് ചെയ്യുന്നത്. അപ്പോൾ അത് നമ്മൾ പഠിച്ചു കഴിഞ്ഞു. അങ്ങനെ മൈറ്റോസിസ് നമ്മൾ കംപ്ലീറ്റ് ചെയ്തു. ഇത് നിങ്ങളുടെ അണ്ടർസ്റ്റാൻഡിംഗ് മിസ് ഒന്നും കൂടി ഇവിടെ വരച്ചിട്ടുണ്ട്. മെറ്റഫേസ് 1 മെറ്റഫേസ് പ്ലേറ്റിൽ ഇവരെ അലൈൻ ചെയ്യുന്നു, ആനഫേസിൽ ഇവരെ ഓപ്പോസിറ്റ് ആയിട്ട് സ്പ്ലിറ്റ് ചെയ്യുന്നു. അപ്പോൾ ഇതെങ്ങനെയാണ് ഇവർ ഈ മൈറ്റോസിസിൽ സെയിം ക്രോമസോം നമ്പർ മെയിൻറ്റെയിൻ ചെയ്യുന്നതാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. ഇവിടെ വന്നു കഴിയുമ്പോൾ ഹ്യൂമൻസിന്റെ കേസ് ആകുമ്പോൾ ഇവരിവിടെ ഇരിക്കുമ്പോൾ ദേ ഹാവ് 23 പെയേഴ്സ് ഓഫ് ക്രോമസോം അല്ലേ. ടോട്ടലി 46 ക്രോമസോംസ് ഉണ്ട്, 23 പെയേഴ്സിലുണ്ട്. അപ്പം ഇവരിവിടെ സ്പ്ലിറ്റ് ആവുകയാണ്, അതായത് ദേ ആർ സ്പ്ലിറ്റിംഗ്. അപ്പോൾ നമുക്ക് മൈറ്റോസിസ് മനസ്സിലായി. നെക്സ്റ്റ് വി ആർ മൂവിങ് ടു മിയോസിസ്. ബിഫോർ ദാറ്റ് സിഗ്നിഫിക്കൻസ് ഓഫ് മൈറ്റോസിസ് എന്തൊക്കെയാണ്? ക്രോമസോം നമ്പർ മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യുന്നുണ്ട്, ഗ്രോത്തിനും റിപ്പയറിനും ഒക്കെ ഹെൽപ്പ് ചെയ്യുന്ന ഡിവിഷനാണ്, ഗ്രോയിങ് സെൽസിൽ നടക്കുന്ന ഡിവിഷനാണ് മൈറ്റോസിസ്. അങ്ങനെ കുറെ ബെനിഫിറ്റ്സ് മൈറ്റോസിനുണ്ട്. നൗ കമ്മിങ് ടു മിയോസിസ്. മിയോസിസ് റിഡക്ഷൻ ഡിവിഷൻ അല്ലേ. അപ്പോൾ ക്രോമസോം നമ്പർ എന്താണ് മക്കളെ? ഇവിടെ ഹാഫ് ആയിട്ട് മാറുന്നുണ്ട്. ഇറ്റ് ഹാപ്പൻസ് ഇൻ റീപ്രൊഡക്റ്റീവ് സെൽസ്. അപ്പോൾ ഗാമറ്റ് ഫോർമേഷന്റെ സമയത്ത് അല്ലെ റീപ്രൊഡക്റ്റീവ് സെൽസിൽ നടക്കുന്ന ഡിവിഷനാണ്. അതായത് ഇറ്റ് എൻഷുവേഴ്സ് ഹാപ്ലോയിഡ് സ്റ്റേജ് ഇൻ ഡിപ്ലോയിഡ് ഓർഗാനിസം. നമ്മളൊക്കെ ഡിപ്ലോയിഡ് ഓർഗാനിസംസ് ആണ്, പക്ഷെ നമ്മുടെ ലൈഫ് സൈക്കിളിലുള്ള ആ ഹാപ്ലോയിഡ് സ്റ്റേജ് അല്ലെ, എൻ എന്നുള്ള സ്റ്റേജ്, അതായത് നമ്മളെ മെയിൻറ്റെയിൻ ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്നത് ഈ ഒരു ഡിവിഷനാണ്. ബിക്കോസ് ഡിപ്ലോയിഡ് 2Nൽ നിന്നും നമുക്ക് എന്ത് കിട്ടും? 2Nൽ നിന്നും N ആയിട്ട് ഹാഫ് നമ്പർ ഓഫ് ക്രോമസോം ആയിട്ട് ഇവിടെ സ്പ്ലിറ്റ് ആവുന്നുണ്ട്. 2 ആയിട്ടാണ് മിയോസിസിനെ നമ്മൾ തിരിച്ചിരിക്കുന്നത്, മിയോസിസ് 1 ആൻഡ് മിയോസിസ് 2. മിയോസിസ് 1 എന്ന് പറയുന്നത് ഇറ്റ് ഈസ് എ റിഡക്ഷൻ ഡിവിഷൻ ആൻഡ് മിയോസിസ് 2 ഈസ് ആൻ ഈക്വേഷണൽ ഡിവിഷൻ. മിയോസിസ് 1നെ വീണ്ടും കാരിയോകൈനേസിസ് 1 സൈറ്റോകൈനേസിസ് 1 ആയിട്ട് തിരിച്ചിട്ടുണ്ട്. കാരിയോകൈനേസിസ് 1ൽ എന്തൊക്കെയാണുള്ളത്? പ്രോഫേസ് 1, മെറ്റഫേസ് 1, അനഫേസ് 1 ആൻഡ് ടീലോഫേസ് 1 ആൻഡ് സൈറ്റോകൈനേസിസ് 1 ഫോളോഡ് ബൈ മിയോസിസ് 2. അതായത് മിയോസിസ് 1 കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സൈറ്റോകൈനേസിസ് 1 കഴിഞ്ഞാൽ അവിടെ ഒരു ചെറിയ സ്റ്റേജ് ഉണ്ട്. 2 മിയോസിന്റെ തമ്മിലുള്ള ഇടയ്ക്കുള്ള ഗ്യാപ്പിനെയാണ് നമ്മൾ ഇന്റർ കൈനേസിസ് എന്ന് പറയുന്നത്. വളരെ ഷോർട്ട് ആയിട്ടുള്ള ഫേസ് ആണ്. ദെൻ വി മൂവ് ടു മിയോസിസ് 2, പ്രോഫേസ് 2, മെറ്റഫേസ് 2, അനഫേസ് 2, ടീലോഫേസ് 2 ആൻഡ് സൈറ്റോകൈനേസിസ് 2. അപ്പം ഇവിടെ കാരിയോകൈനേസിസ് 2 ദെൻ സൈറ്റോകൈനേസിസ് 2. സോ മിയോസിസ് 2 എന്ന് പറയുന്നത് ഇക്വേഷണൽ ഡിവിഷൻ ആണ്. അവിടെ ക്രോമസോം നമ്പർ ഹാഫായി മാറുന്നില്ല. നൗ മിയോസിസ് 1ലെ ലോങ്കസ്റ്റ് ഫേസ് ആണ് പ്രോഫേസ് 1. അതിനെ വീണ്ടും 5 സ്റ്റേജസ് ആയിട്ട് തിരിച്ചിട്ടുണ്ട്. ലെപ്റ്റോട്ടീൻ, സൈഗോട്ടീൻ, പാക്കിറ്റീൻ, ഡിപ്ലോട്ടീൻ ആൻഡ് ഡയാകൈനേസിസ്. അപ്പോൾ നമ്മൾ ഓരോ സ്റ്റേജിനെ കുറിച്ചും ഡീറ്റെയിൽ ആയിട്ട് പഠിക്കും. മിസ് ഓൾറെഡി പറഞ്ഞു, മിയോസിസ് 1 കഴിഞ്ഞ് ദർ ഇസ് ഇന്റർ കൈനേസിസ്, എന്നിട്ടാണ് നമ്മൾ നേരെ മിയോസിസ് 2ലേക്ക് പോകുന്നത്. ഒരു ഡിപ്ലോയിഡ് ആയിട്ടുള്ള പാരന്റിൽ നമുക്ക് 4 ഹാപ്ലോയിഡ് നമ്പർ ഓഫ് 4 ഹാപ്ലോയിഡ് സെൽസ് ആണ് കിട്ടുന്നത്. ടെട്രായിഡ് ഓഫ് സെൽസ് അല്ലെ. അറ്റ് ദി എൻഡ് ഓഫ് മിയോസിസ് 2 നമുക്ക് കിട്ടുന്നത് ടെട്രായിഡ് ഓഫ് സെൽസ് ആണ്. അപ്പോൾ മിയോസിസ് 1നെ നമ്മൾ തിരിക്കുന്നു. പ്രോഫേസ് 1, മെറ്റഫേസ് 1, അനഫേസ് 1, ടീലോഫേസ് 1. ദെൻ മിയോസിസ് 2, പ്രോഫേസ് 2, മെറ്റഫേസ് 2, അനഫേസ് 2 ആൻഡ് ടീലോഫേസ് 2. അപ്പോൾ നമുക്കറിയാം ഇവിടെ പ്രോഫേസ് 1 വിച്ച് ഇസ് ദ ലോങ്കസ്റ്റ് ഫേസ് ഓഫ് മിയോസിസ്, അതിനെ നമ്മൾ തിരിക്കുന്നത് വീണ്ടും ലെപ്റ്റോട്ടീൻ, സൈഗോട്ടീൻ, പാക്കിറ്റീൻ, ഡിപ്ലോട്ടീൻ ആൻഡ് ഡയാകൈനേസിസ്. ലെപ്റ്റോട്ടീൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പ്രോഫേസ് 1ലെ ഫസ്റ്റ് സ്റ്റേജ് ആണ്. സോ ഇവിടെ ബേസിക്കലി നടക്കുന്നത് കണ്ടൻസേഷൻ ഓഫ് ക്രൊമാറ്റിൻ. ക്രൊമാറ്റിൻ പതുക്കെ പതുക്കെ ക്രൊമാറ്റിഡ് ആയിട്ട് മാറും. ന്യൂക്ലിയർ മെംബ്രെയിനൊക്കെ പതുക്കെ ഇറ്റ് വിൽ സ്റ്റാർട്ട് ടു ഡിസപ്പിയർ അല്ലേ. പിന്നെ സൈഗോട്ടീനിൽ എന്താണ്? പെയറിംഗ് ആണ് നടക്കുന്നത്. ഇപ്പോൾ ലെപ്റ്റോട്ടീൻ കഴിയുമ്പോഴേക്ക് നമുക്ക് ക്രൊമാറ്റിഡ്സ് ഫോം ചെയ്യും. അവർ ഹോമോലോഗസ് ക്രോമസോംസ് ഫോം ചെയ്യും. ഈ ഹോമോലോഗസ് ക്രോമസോം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്താ? ഒരേ സൈസും ഷേപ്പുമുള്ള 2 ക്രോമസോമാണ്. സി, ഇതൊന്ന് ഇതൊന്ന്. അപ്പോൾ ഇവർ രണ്ടുപേരും കൂടി പോയി പെയർ ചെയ്യും. ഇവർ പെയർ ചെയ്യുന്നത് സൈഗോട്ടീനിലാണ്. സോ ഇവർ അടുത്തടുത്ത് വരും. അപ്പോൾ നോക്കിക്കേ, ഇവിടെ ഒരേ ടൈപ്പ് ജീൻസ് ആണ് അല്ലെ. ഇവിടെ ഉള്ളതിന്റെ കോപ്പി ആയിരിക്കും ഇവിടെ ഉണ്ടാവുക. അപ്പം ഹോമോലോഗസ് ക്രോമസോം എന്ന് പറഞ്ഞാൽ ഒരേ ടൈപ്പ് ജീൻസിനെ ക്യാരി ചെയ്യുന്ന ഒരേ സൈസും ഷേപ്പുമുള്ള ക്രോമസോംസ് ആണ്. അപ്പം ഒരു ക്രോമസോമിന്റെ 2 ക്രോമാറ്റിഡ്സിനെയാണ് നമ്മൾ സിസ്റ്റർ ക്രോമാറ്റിഡ്സ് എന്ന് പറയാം. അപ്പോൾ ഹോമോലോഗസ് ക്രോമസോംസ് അടുത്തടുത്ത് വരുമ്പം ഇവർ രണ്ടും സിസ്റ്റർ ക്രോമാറ്റിഡ്സ് ആണ്. ഇതും അപ്പോൾ എന്താണ്? നോൺ സിസ്റ്റർ ക്രോമാറ്റിഡ്സ് ആണ്. അപ്പോൾ ഇവർ അടുത്ത് വന്നു. ഇവരടുത്ത് വരുമ്പോൾ ഇവരെ അടുപ്പിച്ച് നിർത്തണ്ടേ? ഇവരെ അടുപ്പിച്ച് നിർത്താൻ വേണ്ടി ഇവർ തമ്മിൽ ഒരു ഗമ്മ് പോലെ, ഒരു ഗ്ലൂ പോലെ ഒരു സാധനം ഉണ്ട്. ഒരു കോംപ്ലെക്സ്, ഒരു പ്രോട്ടീൻ കോംപ്ലെക്സ് ഫോം ചെയ്യും. അതിനെയാണ് നമ്മൾ സിനാപ്റ്റോണിമൽ കോംപ്ലെക്സ് എന്ന് പറയുന്നത്. സിനാപ്റ്റോണിമൽ കോംപ്ലെക്സ് ഫോം ചെയ്ത് ഇവർ ഒട്ടി നിൽക്കുന്ന ആ സ്റ്റേജിനെയാണ് സിനാപ്സിസ് എന്ന് പറയുന്നത്. അങ്ങനെ 2 ഹോമോലോഗസ് ക്രോമസോം പെയർ ഫോം ചെയ്യും. അവർ ഒട്ടി നിൽക്കുമ്പം ആ സ്ട്രക്ചറിനെ നമ്മൾ ബൈവാലന്റ് ഓർ ടെട്രാഡ് എന്ന് പറയും. അതായത് ഒന്നിന്റെ മുകളിൽ ഒന്നിങ്ങനെ ഒട്ടി നിൽക്കുകയാണ്. അപ്പോൾ അവരെ നമുക്ക് സെപ്പറേറ്റ് ആയിട്ട് കാണാൻ പറ്റില്ല. ബട്ട് ദേ കൺസിസ്റ്റ് ഓഫ് 2 സെൻട്രോമിയേഴ്സ് ഉണ്ട്,
4 സിസ്റ്റർ ക്രൊമാറ്റിഡ്സ് ഉണ്ട്. കാരണം 2 ക്രോമസോംസ് ആണ് അവിടെ ഇങ്ങനെ സിനാപ്സിസിലൂടെ ഒട്ടി നിൽക്കുന്നത്. ഈ ബൈവാലന്റ് ഓർ ടെട്രാഡെ നമുക്ക് ക്ലിയർ ആയിട്ട് കാണാൻ പറ്റിയ സൈഗോട്ടീനിലാണ്. പക്ഷേ പാക്കറ്റീനിൽ വെരി വിസിബിൾ ആയിട്ട് അതിന്റെ ഫോർമേഷൻ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ടാകും. വെരി വിസിബിൾ ആയിട്ട് നമുക്ക് പാക്കറ്റീനിൽ കാണാൻ പറ്റും. നൗ മൂവിങ് ടു പാക്കറ്റീൻ. പാക്കറ്റീൻ ഇറ്റ്സ് ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് സ്റ്റേജ് ഓഫ് പ്രോഫേസ് 1 എന്ന് പറയും. കാരണം ഇവിടെ നടക്കുന്നത് എന്താണ് മക്കളെ? ഹിയർ റീകോമ്പിനേഷൻ നടക്കും, അതായത് ക്രോസിംഗ് ഓവർ നടക്കും. ഇവിടെ ഒരു റീകോമ്പിനേഷൻ നോഡ്യൂൾ ഫോം ചെയ്യും. ഈ 2 എന്താ പറയുക ഹോമോലോഗസ് പെയർ ഓഫ് ക്രോമസോമിന്റെ അടുത്തായിട്ട് 2 ആംസ് തമ്മിൽ ഒരു സ്പെഷ്യൽ നോഡ്യൂൾ ഫോം ചെയ്യും. അതാണ് റീകോമ്പിനേഷൻ നോഡ്യൂൾ. അത് കാറ്റലൈസ് ചെയ്യുന്ന എൻസൈമാണ് റീകോമ്പിനേസ്. ഈ റീകോമ്പിനേസ് വന്നിട്ട് എന്തെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ നിന്ന് ഇങ്ങോട്ടേക്കും ഒരു ക്രോസിംഗ് ഓവർ നടത്തും, എക്സ്ചേഞ്ച് നടത്തും. അപ്പോൾ ഇവിടെ നിന്നുള്ളത് ഇങ്ങോട്ടും പോകും, ഇവിടെ നിന്നുള്ളത് ഇങ്ങോട്ടേക്കും പോകും. ആ എക്സ്ചേഞ്ച് നടന്ന് കഴിയുമ്പോഴേക്കും ഇതൊരു റീകോമ്പിനന്റ് ക്രോമസോമായി അല്ലേ. അപ്പോൾ ഈ പ്രോസസ്സിനെയാണ് നമ്മൾ ക്രോസിംഗ് ഓവർ എന്ന് പറയുന്നത്. ഇത് കാറ്റലൈസ് ചെയ്യുന്ന എൻസൈമാണ് റീകോമ്പിനേസ്. ഗിഫ്റ്റ് എക്സ്ചേഞ്ച് പോലെ അല്ലേ, അവർ അങ്ങോട്ടും ഇങ്ങോട്ടും എക്സ്ചേഞ്ച് ചെയ്തു. നടക്കുന്നത് പാക്കറ്റീൻ സ്റ്റേജിലാണ്. നൗ ആഫ്റ്റർ പാക്കറ്റീൻ എന്താ നടക്കുന്നത്? ഡിപ്ലോട്ടീനിലാണ് അവർ സെപ്പറേറ്റ് ആവാൻ തുടങ്ങും. സിനാപ്റ്റോണിമൽ കോംപ്ലക്സ് ഡിസൊല്യൂട്ട് ചെയ്യും. ഇനി അതിന്റെ ആവശ്യമില്ലല്ലോ. അപ്പോൾ ഡിസൊല്യൂഷൻ ഓഫ് സിനാപ്റ്റോണിമൽ കോംപ്ലക്സ്. പക്ഷേ ഈ ക്രോസിംഗ് ഓവർ നടന്ന സ്ഥലത്ത് മാത്രം അവരിങ്ങനെ ഒട്ടി നിൽക്കും, ഫോമിങ് ആൻ എക്സ് ഷേപ്പ് സ്ട്രക്ചർ. അതിനാണ് നമ്മൾ ഖയാസ്മേറ്റ എന്ന് പറയുന്നത്. പിന്നെ ഇത് ഡയാകൈനേസിസ്. ഡയാകൈനേസിൽ എന്താണ്? ഇവർ കംപ്ലീറ്റ്ലി സ്പ്ലിറ്റ് ആവും. ഖയാസ്മേറ്റയും സെപ്പറേറ്റ് ആവും അല്ലെ. ടെർമിനലൈസേഷൻ ഓഫ് ഖയാസ്മേറ്റ നടക്കും. അങ്ങനെ റീകോമിനന്റ് ക്രോമസോംസ് സെപ്പറേറ്റ് ആവും. സോ വി ആർ ഡൺ വിത്ത് വാട്ട്? വി ആർ ഡൺ വിത്ത് പ്രോഫേസ് 1 ഓഫ് മിയോസിസ് 1 കംപ്ലീറ്റ് ചെയ്തു. നൗ മിയോസിസ് മെറ്റഫേസ് 2 ആവുമ്പോഴേക്കും എന്ത് സംഭവിക്കും? മെറ്റഫേസ് 2 എത്തുമ്പോഴേക്കും മെറ്റഫേസ് 2 അല്ല, മെറ്റഫേസ് 1 എത്തുമ്പോഴേക്കും ഈ ഹോമോലോഗസ് പെയർ ഓഫ് ക്രോമസോംസ് അലൈൻ അറ്റ് ദ ഇക്വറ്റോറിയൽ പ്ലേറ്റ്. അവിടെ നമുക്കറിയാം ഓരോ ക്രോമസോമിന്റെ സെൻട്രോമിയറിന്റെ ഏതൊരു സൈഡിലുമായിട്ട് കൈനറ്റോകോർ പ്രോട്ടീൻ അറ്റാച്ച് ചെയ്തിട്ടുണ്ടാകും. അവിടേക്ക് സ്പിൻഡിൽ ഫൈബർ അറ്റാച്ച് ചെയ്യും. ആൻഡ് നമുക്ക് വിസിബിൾ ആയിട്ട് ഈ പെയറിലേക്ക് ഇങ്ങനെ ഇവർ അറ്റാച്ച് ചെയ്ത് നിൽക്കുന്നതൊക്കെ വിസിബിൾ ആയിട്ട് കാണാൻ പറ്റുന്നത് മെറ്റഫേസ് 1 ആനഫേസ് 1 ആകുമ്പോഴേക്കോ ഈ പെയർ സ്പ്ലിറ്റ് ആവും അല്ലേ. ദാറ്റ് ഈസ് പെയർ ഓഫ് ക്രോമസോം ദേ സ്പ്ലിറ്റ് ആൻഡ് ദേ മൂവ് ടു ഓപ്പോസിറ്റ് പോൾസ്. സോ ദാറ്റ് മീൻസ് ഇൻ ആനഫേസ് 1 ദ പെയർ ഓഫ് ക്രോമസോം ആണ് സ്പ്ലിറ്റ് ചെയ്യുന്നത്. പക്ഷേ മൈറ്റോസിസിലെ ആനഫേസിലോ എന്താ സംഭവിക്കുന്നത്? അതേപോലെ മിയോസിസിലെ ആനഫേസ് 2 സംഭവിക്കുന്നത് സിസ്റ്റർ ക്രൊമാറ്റിഡ്സ് ആണ് സെപ്പറേറ്റ് ചെയ്യുന്നത്. സെൻട്രോമിയർ എന്നാണ് സ്പ്ലിറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ നമുക്ക് ക്ലിയർ ആയിട്ട് കാണാൻ പറ്റും ഇത് ഒരു ഡിപ്ലോയിഡ് ആയിട്ടുള്ള ഒരു സെല്ലായിരുന്നു. ഈ ഡിപ്ലോയിഡിനെ ഹാപ്ലോയിഡ് ഹാഫ് ആയിട്ട് ഇവിടെ സ്പ്ലിറ്റ് ആക്കുകയാണ്. കാരണം ഇവിടെ ഒരു പെയർ ആണ് സ്പ്ലിറ്റ് ആവുന്നത്. സോ പെയർ ആയിട്ട് നിൽക്കുമ്പോൾ ഡിപ്ലോയിഡ്, ഒന്നൊന്നായിട്ട് ഓപ്പോസിറ്റ് പോളിലേക്ക് പോകുമ്പോൾ ഹാപ്ലോയിഡ്. അപ്പോൾ എൻ ആയിട്ട് സ്പ്ലിറ്റ് ആവും. DNA കണ്ടന്റ് ഇവിടെ 4C ആയിരുന്നു, അത് 2C ആയിട്ട് ഓപ്പോസിറ്റ് സൈഡ്സിലേക്ക് എത്തും. പിന്നെ ടീലോഫേസ് 1 ഓപ്പോസിറ്റ് ഓഫ് പ്രോഫേസ് ആണ്. സോ ഇവിടെ റീഅപ്പിയറൻസ് ഓഫ് ന്യൂക്ലിയർ മെംബ്രെയിൻ, ന്യൂക്ലിയോലസ്, ഗോൾഗി അപ്പാരസ്, എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലം ഒരു വീണ്ടും ഒരു പ്രോപ്പർ ന്യൂക്ലിയസ് ആയിട്ട് 2 ഡോട്ടർ സെൽസ് ആയിട്ട് മാറാൻ പോവാണ്. ആൻഡ് ദെൻ ഇറ്റ് ഈസ് ഫോളോഡ് ബൈ സൈറ്റോകൈനേസിസ് 1. ആൻഡ് ഓൾസോ ടീലോഫേസ് 1 ആവുമ്പോഴേക്കും ശരിക്കും ഡീകണ്ടൻസേഷൻ നടക്കണം അല്ലേ. ഈ ക്രോമസോംസ് അവിടെ പോയി അഴിഞ്ഞ് വീണ്ടും ത്രെഡ് പോലെ ആവണം. പക്ഷേ ടീലോഫേസ് 1 കംപ്ലീറ്റ് ആയിട്ട് ഡീകണ്ടൻസേഷൻ നടക്കില്ല, പാർഷ്യലിയേ നടക്കുള്ളൂ. കാരണം ഇവർക്ക് ഉടനെ തന്നെ മിയോസിസ് 2 പോകണ്ടേ. ദെൻ കം സൈറ്റോകൈനേസിസ് 1. സൈറ്റോകൈനേസിസ് 1 ഇവരുടെ ചുറ്റിനും 2 ഓപ്പോസിറ്റ് സൈഡിലുള്ള 2 ന്യൂക്ലിയസിന്റെ ചുറ്റിനും സെൽ വോളൊക്കെ ഫോം ചെയ്ത് ആൻഡ് അതൊക്കെ നടന്നു കഴിഞ്ഞു. ന്യൂക്ലിയസിന്റെ ചുറ്റിനും ന്യൂക്ലിയർ മെംബ്രെയിൻ ആണ് ഫോം ചെയ്യുന്നത്. അതൊക്കെ ഫോം ചെയ്ത് കഴിഞ്ഞു. അതിനുശേഷം ഇവിടെ സ്പ്ലിറ്റ് ചെയ്യും, സൈറ്റോപ്ലാസം സ്പ്ലിറ്റ് ചെയ്യും. പ്ലാന്റ് സെല്ലും ആനിമൽസും എങ്ങനെ നടക്കുന്നതെന്ന് മക്കൾക്കറിയാം. അതിനുശേഷം സെല്ല് നേരെ ഇന്റർകൈനേസിസിലേക്ക് പോകും ആൻഡ് ഇറ്റ് മൂവ്സ് ടു മിയോസിസ് 2. മിയോസിസ് 2 എന്താണ്? സോ മിയോസിസ് 1 കഴിയുമ്പോഴേക്ക് നമുക്ക് കിട്ടുന്ന ഡയാഡ് ഓഫ് സെൽസ് ആണ്, 2 ഹാപ്ലോയിഡ് സെൽസ് ആണ്. അവർ വീണ്ടും ഫർദർ ഓരോ കോപ്പിയും കൂടെ ഉണ്ടാക്കാൻ പോവാണ്. സോ ഇറ്റ് ഇസ് സിമിലർ ടു മൈറ്റോസിസ്. ഇക്വേഷണൽ ഡിവിഷൻ ആണ് പ്രോഫേസ് 2, മെറ്റഫേസ് 2, ആനഫേസ് 2 ആൻഡ് ടീലോഫേസ് 2. പ്രോഫേസ് 2 എന്താണ് മക്കളെ നടക്കുക? ദാറ്റ് ഈസ് അഗെയിൻ കണ്ടൻസേഷൻ നടക്കും. അവിടെ കുറച്ച് ഡീകണ്ടൻസ് ചെയ്തായിരുന്നു അല്ലേ, അതായത് ടീലോഫേസ് 1. അപ്പോൾ ഇവർ വീണ്ടും കണ്ടൻസ് ചെയ്യും. എന്നിട്ട് ഇവർ പ്രോപ്പറായിട്ട് ക്രൊമാറ്റിഡ്സ് ആയിട്ട് മാറും. ആ ക്രൊമാറ്റിഡ്സ് ഇനി എന്ത് ചെയ്യും? ഓപ്പോസിറ്റ് പോൾസിലെ, അതായത് ഇവിടെ എന്താ പറയുക, കുറച്ചൊന്ന് കണ്ടൻസ് ചെയ്തിട്ട് നമുക്ക് പ്രോപ്പർ ഇത് ചെയ്യും. ന്യൂക്ലിയർ മെംബ്രെയിൻ ഒക്കെ ഡിസപ്പിയർ ചെയ്യും ആൻഡ് ക്രോമസോംസ് അഗെയിൻ കോമ്പാക്റ്റ് ആയിട്ട് മാറും. മെറ്റഫേസ് 2 എത്തുമ്പോഴേക്കുമോ ക്രോമസോംസ് വീണ്ടും വന്നിട്ട് ഇക്വേറ്റോറിൽ ഇതാ ഇങ്ങനെ അലൈൻ ചെയ്യും അല്ലെ, അലൈൻ അറ്റ് ദ ഇക്വേറ്റർ. എന്നിട്ട് അവരുടെ 2 പേരുടെയും ഓപ്പോസിറ്റ് സൈഡ്സിൽ, അതായത് സെൻട്രോമിയറിന്റെ 2 സൈഡിലും എന്താ പറയുക കൈനറ്റോകോർ പ്രോട്ടീൻ ഉണ്ട്. അതിലേക്കായിട്ട് സ്പിൻഡിൽ ഫൈബർ വന്നിട്ട് അറ്റാച്ച് ചെയ്യും. അതാണ് മെറ്റഫേസ് 2. മെറ്റഫേസ് 2 അപ്പോൾ നമുക്ക് നല്ല വിസിബിൾ ആയിട്ട് ഇത് കാണാൻ വേണ്ടിയിട്ട് പറ്റും. അപ്പോൾ ഇവിടെ നോക്കിക്കേ, ഇവരിവിടെ അലൈൻ ചെയ്യുമ്പോൾ ഇവിടെ നമ്പർ ഓഫ് ക്രോമസോംസ് വേണ്ടത് 23 ആണ്. പക്ഷേ ഓരോ ക്രോമസോമിന് 2 ക്രൊമാറ്റിഡ് ഉണ്ട്. അപ്പോൾ നമ്പർ ഓഫ് ക്രൊമാറ്റിഡ്സ് 46 ആണ്. ആൻഡ് DNA കണ്ടന്റ് ഇവിടെ 2C ആയിട്ട് തന്നെയാണ് ഇരിക്കുന്നത്. ഇനി ആനഫേസ് ആകുമ്പോൾ ഇവർ ഓപ്പോസിറ്റ് സ്പ്ലിറ്റ് ആവും. അതായത് ഇവിടെ ഉള്ള DNA കണ്ടന്റ് എന്ന് പറയുന്നത്
പറയുന്നത് ഇപ്പോൾ 2C ആയിരുന്നു, അപ്പോൾ അത് 1C ആയില്ലേ, ഇവിടുന്ന് സ്പ്ലിറ്റ് ആകും. ആൻഡ് ആനഫേസ് 2 എങ്ങനെയാണ്, ദി സ്പ്ലിറ്റ് ഫ്രം ദ സെൻട്രോമിയർ, ഇറ്റ് ഈസ് സിമിലർ ടു ദ ആനഫേസ് ഓഫ് മൈറ്റോസിസ് അല്ലേ. അങ്ങനെ സിസ്റ്റർ ക്രൊമാറ്റിഡ്സ് ആണ് ഓപ്പോസിറ്റ് പോൾസിലേക്ക് മൂവ് ചെയ്യുന്നത്. ശ്രദ്ധിക്കുക, സിസ്റ്റർ ക്രൊമാറ്റിഡ്സ് ആണ് ആനഫേസ് 2 ഓപ്പോസിറ്റ് പോൾസിലേക്ക് മൂവ് ചെയ്യുന്നത്. സോ നമ്പർ ഓഫ് ക്രോമസോം എന്താണ് ഇവിടെ സെയിം തന്നെയാണ് അല്ലേ, കാരണം ഇവിടെ ക്രോമസോം വിത്ത് സിംഗിൾ ക്രോമാറ്റിഡ് ആയിട്ട് ഓപ്പോസിറ്റ് സൈഡ്സിലേക്ക് പോകുന്നേ ഉള്ളൂ. സോ ഹാഫ് ആയിട്ട് പോവും. ആൻഡ് ഓൾസോ ഹാപ്ലോയിഡ് നമ്പർ തന്നെ മെയിൻറ്റെയിൻ ചെയ്യും. ആൻഡ് ഓൾസോ DNA കണ്ടന്റ് പക്ഷേ 1C ആയി, 2C എന്നുള്ളത് 1C ആയിട്ട് പോയി. പിന്നെ ഉള്ളത് ടീലോഫേസ് 2, സിമ്പിൾ അല്ലേ. ടീലോഫേസ് 2 എന്താണ് സംഭവിക്കുന്നത്, മിയോസിസ് എൻഡ്സ് വിത്ത് ടീലോഫേസ് 2. സോ ദാറ്റ് ഈസ് ഇറ്റ് ഈസ് ദ ഓപ്പോസിറ്റ് ഓഫ് പ്രോഫേസ്. വീണ്ടും റീഅപ്പിയർ ചെയ്യും, ന്യൂക്ലിയർ മെംബ്രെയിൻ റീഅപ്പിയർ ചെയ്യും. ആൻഡ് സൈറ്റോകൈനേസിസ് ഫോളോ ചെയ്യും. റിസൾട്ടിങ് സൈറ്റോകൈനേസിസിൽ വീണ്ടും അല്ലേ നമുക്കറിയാം സെൻട്രിപെറ്റലായിട്ടും സെൻട്രിഫ്യൂഗലായിട്ടും സ്പ്ലിറ്റ് ചെയ്യും. ആൻഡ് നമുക്ക് 2 ഡോട്ടർ സെൽസും കൂടി കിട്ടുന്നു. ദാറ്റ് മീൻസ് ടോട്ടലി വി ഗെറ്റ് ടെട്രാഡ് ഓഫ് സെൽസ്, 4 ഹാപ്ലോയിഡ് ഡോട്ടർ സെൽസ്, isn't it? യെസ്. സോ അതാണ് ടീലോഫേസ് 2. ആൻഡ് ദാറ്റ് ഈസ് ദി എൻഡ് ഓഫ് മിയോസിസ്. മിയോസിസിന്റെ സിഗ്നിഫിക്കൻസ് എന്താണ്, ഗാമേറ്റ് ഫോർമേഷന് ഹെൽപ്പ് ചെയ്യുന്നു ഇൻ സെക്ഷലി റീപ്രൊഡ്യൂസിങ് ഓർഗാനിസംസ്, ജനറ്റിക് വേരിയേഷന് ഹെൽപ്പ് ചെയ്യുന്നു. കാരണം എന്താ, ഈ റീകോമ്പിനേഷൻ പാക്കറ്റീനിൽ റീകോമ്പിനേഷൻ നടക്കുന്നത് കൊണ്ട് പുതിയ ജീൻ കോമ്പിനേഷൻസ് ഉണ്ടാവാൻ അത് ഹെൽപ്പ് ചെയ്യുന്നു. അങ്ങനെയാണ് ഈ സെക്ഷലി റീപ്രൊഡ്യൂസിങ് ഓർഗാനിസംസിൽ ജനറ്റിക് വേരിയേഷൻ ഉള്ളത് അല്ലേ. ആൻഡ് ക്രോമസോം നമ്പർ, പാരന്റിന്റെ ജനറേഷന്റെ ക്രോമസോം നമ്പർ ഡിപ്ലോയിഡ് ആയിരുന്നു, അത് ഹാപ്ലോയിഡ് ആയിട്ടുള്ള ഗാമറ്റ് ആയിട്ട് മാറി. വീണ്ടും ഫെർട്ടിലൈസേഷനിലൂടെ അവർ ഫ്യൂസ് ചെയ്ത് കഴിഞ്ഞപ്പോൾ ഡിപ്ലോയിഡ് സൈഗോട്ട് ഫോം ചെയ്തില്ലേ, അതിൽ നിന്നൊരു എംബ്രിയോയും ഫീറ്റസും ഒക്കെ ഫോം ചെയ്യുന്നു. സോ ദാറ്റ് മീൻസ് ഈ സെയിം ക്രോമസോം നമ്പർ പാരന്റൽ ജനറേഷനിലെ അതേ ക്രോമസോം നമ്പർ പുതിയ ജനറേഷനിൽ മെയിൻറ്റെയിൻ ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്നത് ആരാണ്, മിയോസിസ് ആണ്. അപ്പോൾ ഇതൊക്കെയാണ് മിയോസിസിന്റെ സിഗ്നിഫിക്കൻസ്. എല്ലാ ടോപ്പിക്കും നമ്മൾ കവർ ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് ക്രോമസോം നമ്പറും അതേപോലെ തന്നെ DNA കണ്ടന്റും എങ്ങനെയാണ് ഡിഫർ ചെയ്യുന്നത് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഐ ഹോപ്പ് ദ ചാപ്റ്റർ ഇസ് ക്ലിയർ നൗ. ഐ ഹോപ്പ് ദിസ് റിവിഷൻ വാസ് യൂസ്ഫുൾ. ഓൾ ദി ബെസ്റ്റ്.